എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? നല്ലൊരു അവധി കിട്ടിയല്ലേ കർക്കിടക വാവ് കാരണം? ഓക്കെ. ആക്ച്വലി ഈ വീഡിയോ ഞാൻ ഇന്നലെ ഇടണം എന്ന് വിചാരിച്ചതാണ്. ഓരോ തിരക്കുകളിൽ പെട്ടിട്ട് സാധിച്ചില്ല. ഇന്നലെ ന്യൂ മൂൺ ആയിരുന്നല്ലോ. അപ്പോൾ ന്യൂ മൂൺ സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്, ന്യൂ മൂൺ എങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സിനെ എഫക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഫീലിങ്സ് തന്നെ നോക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്ത് മാറ്റങ്ങളാണ് അവരുടെ ഫീലിങ്സിൽ വന്നിരിക്കുന്നത്, എന്ത് ആക്ഷനാണ് അവർ നിങ്ങൾക്ക് വേണ്ടി എടുക്കുക എന്നെല്ലാം ഫീലിങ്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ. എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാവുമോ, അതോ ഫീലിങ്സ് മാത്രം വെച്ച് ചുമ്മാ ഇരിക്കാൻ പോവുകയാണോ, അതാണ് നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് ആക്ഷനും ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നോക്കും കേട്ടോ. അപ്പോൾ ഫീലിങ്സ്, നെക്സ്റ്റ് ആക്ഷൻ. കാരണം ന്യൂ മൂൺ, ഫുൾ മൂണൊക്കെ നമ്മളുടെ ഫീലിങ്സിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതും ഇത് കർക്കിടക വാവ് വേറെ ആയിരുന്നു, കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള അല്ലേ. എല്ലാവരും 88 പോർട്ടലിൻ്റെ മാനിഫെസ്റ്റേഷൻസ് ചെയ്തല്ലോ അല്ലേ. നല്ലത്. അപ്പോൾ എല്ലാം പോസിറ്റീവായി വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുമോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ, ചെയ്തു തരുന്നതാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. ന്യൂ മൂൺ എങ്ങനെയാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഫീലിങ്സിനെ എഫക്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു തരും. ന്യൂ മൂൺ, കഴിഞ്ഞു പോയ ന്യൂ മൂൺ എങ്ങനെയാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണെ എഫക്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു തരും. കഴിഞ്ഞു പോയ ന്യൂ മൂൺ എങ്ങനെയാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണെ എഫക്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു തരും. കഴിഞ്ഞുപോയ ന്യൂ മൂൺ എങ്ങനെയാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഫീലിങ്സിനെ എഫക്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു തരും. പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്. 4 of Wands, എംപ്രസ്. ഫീലിങ്സ് ഞാൻ പറയാറില്ലേ, ഫീലിങ്സിലും തോട്ട്സിലൊക്കെ ഈ എംപ്രസ് കാർഡ് വരാതിരിക്കില്ല. സ്ട്രെങ്ത്, പേജ് ഓഫ് സോഴ്സ്. ഞാനിങ്ങനെ കണ്ണടച്ചിട്ടാണ് കാർഡ് എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ലല്ലോ ഞാൻ എങ്ങനെയാണ് എടുക്കുന്നതെന്ന്. ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. ഡെവിൾ, ഏസ് ഓഫ് സ്വാർഡ്സ്, 2 of Wands, ഏസ് ഓഫ് വാൻഡ്സ്, എക്സലൻറ്റ്. 4 of Swords, Knight of Pentacles, 8 of Swords, Death, Rebirth, Chariot. ഓക്കെ, മിക്സ്ഡ് ഇമോഷൻസ് ആണ്. കാരണം അത് അങ്ങനെ വരുള്ളൂ, കാരണം പലരുടെയും എനർജി കണക്റ്റ് ആവുന്നതാണല്ലോ. നിങ്ങളുടെ പേഴ്സൺ വളരെ ഹാപ്പിയാണ്. ഓക്കെ, ഭയങ്കര സന്തോഷത്തോടെയാണ് നിങ്ങളെ ഓർക്കുന്നത് കേട്ടോ. അവരുടെ ഫീലിങ്സിൽ നിങ്ങൾക്കൊരു പ്രപ്പോസൽ, അവർ നിങ്ങളുടെ അടുത്ത് അവരുടെ സ്നേഹം തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ സ്നേഹം നിങ്ങളുടെ അടുത്ത് വ്യക്തമാക്കുന്നതാണ്. ഓൾറെഡി റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരു മാരേജിലേക്ക് കാര്യങ്ങൾ എത്തുന്ന പോലെയും കാണുന്നു. ഓക്കെ, റിലേഷൻഷിപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്തു പോകാനാണെങ്കിൽ അവർ നിങ്ങളുമായിട്ട് ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ അവർ ഭയങ്കര സന്തോഷമാണ് എന്ന് കാണുന്നു കേട്ടോ. നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം, കരുതൽ, പ്രൊട്ടക്ഷൻ, എന്താ പറയുക, അവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥനകൾ, അതെല്ലാം അവർ മനസ്സിലാക്കുന്നുണ്ട്. അതിനെ വളരെയധികം അവർ അതൊക്കെ ആലോചിച്ച് അവർക്ക് ഭയങ്കരമായ സന്തോഷമാണ്. അതെല്ലാം കൂടിയിട്ടാണ് അവരെ സന്തോഷിപ്പിക്കുന്നത് കേട്ടോ. ഇപ്പം നിങ്ങളെ വിട്ട് കളയാൻ അവർ ഒരുക്കമല്ല, ഒരിക്കലും നിങ്ങളെ വിട്ട് കളയില്ല. നിങ്ങളെ പിരിഞ്ഞു പോകാൻ അവർക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. പല സിറ്റുവേഷൻസ് ഉണ്ട്, പലരുടെ ജീവിതത്തിൽ പല സിറ്റുവേഷൻസ് ഉണ്ട്. ആ സിറ്റുവേഷൻസ് തരണം ചെയ്യേണ്ടതുണ്ട്, അതവർ മനസ്സിലാക്കുന്നു. തടസ്സങ്ങളുണ്ട്, മനസ്സിലാക്കുന്നു. അത് ക്ഷമയോടെ തരണം ചെയ്യാൻ അവർ റെഡിയാണ് എന്ന് തന്നെയാണ് പറയുന്നത്. എത്ര കാലം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാനും അവർ തയ്യാറാണ് എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ എന്നും ഉണ്ടായിരിക്കണം, കോണ്ടാക്റ്റ് എന്നും ഉണ്ടായിരിക്കണം. നിങ്ങൾ എവിടെയാണ്, എന്താണ് നിങ്ങളുടെ അപ്ഡേറ്റ്സ്, എന്താണ്, അങ്ങനെ എല്ലാം അവർ ഫോളോ ചെയ്യാറുണ്ട്. ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ ചിലർ സ്റ്റുഡൻസ് ആണെന്നും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ സ്റ്റുഡൻ്റ് ആയിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ,
അവർ അതിലും ശ്രദ്ധിക്കുന്നുണ്ട്. അതേസമയം അതുകൊണ്ടാണ് വെയിറ്റിംഗ് പീരീഡൊക്കെ കാണുന്നത്. ജോലിയൊക്കെ ആയിട്ട് വേണമല്ലോ വിവാഹം കഴിക്കാനൊക്കെ. പക്ഷെ അവർ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. സുഹൃത്തുക്കൾ വഴി നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം. എല്ലാം അവർ ചെയ്യുന്നുണ്ട്. നിങ്ങളെ പ്രതി വല്ലാത്തൊരു അടുപ്പമാണ് അവർക്ക് തോന്നുന്നത്. അതായത് നിങ്ങളെ പ്രതി അവർ ഒബ്സെസ്ഡാണ്. ഓക്കെ, ഏറ്റവും വിട്ടു പിരിയാൻ പറ്റാത്തൊരു ബന്ധമായിട്ടാണ് അവർക്ക് തോന്നുന്നത്. അവരെത്ര ശ്രമിച്ചാലും നിങ്ങളതായിട്ട് ആട്ടിപ്പായിച്ചാൽ അവർ വീണ്ടും വരും. നിങ്ങളെ ചേസ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നൊരു സിറ്റുവേഷനാണ്. അവർക്ക് പറ്റില്ല നിങ്ങളില്ലാതെ എന്ന് തന്നെയാണ് കേട്ടോ. അവർക്ക് റിയലൈസേഷൻ ഉണ്ടായിട്ടുണ്ട്. എന്ത് സിറ്റുവേഷൻ ജീവിതത്തിൽ ഉണ്ടെങ്കിലും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കും. അവർക്ക് തുണയായിട്ട് ഏറ്റവും വലിയ സപ്പോർട്ട്, പില്ലർ ഓഫ് സപ്പോർട്ട് നിങ്ങളാണ് എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കൂടിയാണ് നിങ്ങളുടെ സ്നേഹം, ആ സപ്പോർട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർക്ക് ഈ ഒബ്സെഷൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ മേലെ. പലരും ലോങ് ഡിസ്റ്റൻസ് ആണെന്ന് കാണുന്നു. പക്ഷേ ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്നവർ ഉടനെ നിങ്ങളെ കാണാൻ വരുന്നതായിട്ടും കാണുന്നുണ്ട്. ചാരിയറ്റിൻ്റെ കാർഡ് വെച്ചിട്ട് വെക്കേഷനൊക്കെ വരും പോലെ, യാത്ര ചെയ്ത് വരും പോലെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. അവരുടെ തീരുമാനം നിങ്ങൾക്ക് ആയിട്ട് ഉറച്ചത് തന്നെയാണ്. റിലേഷൻ തന്നെയാണ്. അവിടെ വിട്ടുപോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ്. നിങ്ങൾ മൊത്തം റൊമാൻറ്റിക് ന്യൂ ബിഗിനിങ് വേണം എന്നവർ വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് അവർക്ക് വിചാരിച്ച പോലെ അവരുടെ സ്നേഹം നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കാനും ഒന്നും സാധിക്കുന്നില്ല. ഒരു സെൽഫ് റെസ്ട്രിക്റ്റഡ് മോഡിൽ മാത്രമേ അവരുടെ കൂടെ മറ്റുള്ളവരുണ്ടായിരിക്കും. ഓക്കെ, ചിലർക്കെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല കേട്ടോ. മറ്റു ചിലർക്ക് കരിയറാണ് പ്രശ്നം. കരിയർ സെറ്റായിട്ടില്ല, വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഈ എല്ലാ സിറ്റുവേഷനും, ഈ പല പല സിറ്റുവേഷൻസാണ് ഓരോരുത്തർക്ക്. ചിലർ സ്റ്റുഡൻസാണ്, ജോലി ആയിട്ടില്ല, ലോങ് ഡിസ്റ്റൻസ്, അങ്ങനെ പല പ്രശ്നങ്ങൾ ഓരോരുത്തർ അനുഭവിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സ്ലോ ഡൗൺ ആക്കുന്നു അവർക്ക് ചെറിയൊരു ഫീലിംഗ് ഇടയ്ക്ക് വരാറുണ്ട്. അതാലോചിച്ച് അവർ സ്ട്രെസ്ഡ് ആവാറുണ്ട്, ഉറക്കം കളയാറുണ്ട്. പക്ഷേ അടുത്ത് തന്നെ പിന്നീട് ഉടനെ ആലോചിക്കുമില്ല, അതെല്ലാം തരണം ചെയ്ത് നമ്മളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും എന്നും അവർ ഉടനെ തന്നെ മാറി ചിന്തിക്കുകയും ചെയ്യും കേട്ടോ. ഏസ് ഓഫ് കപ്സ്, സ്റ്റാർ, 2 കാർഡ് വന്നു. 2 ഞാനങ്ങ് എടുക്കാം. നിങ്ങൾ അവരുടെ ജീവിതത്തിലെ ലക്കി ചാമാണ്. അവരുടെ സ്നേഹമാണ്, ഇമോഷൻസാണ്, എല്ലാമാണ്. ഓക്കെ, നിങ്ങൾ വന്നതിന് ശേഷമാണ് അവരുടെ ജീവിതത്തിലെ പല തടസ്സങ്ങളും മാറി തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ. നിങ്ങളുമായിട്ട് എന്നും കണക്റ്റഡ് ആയിരിക്കണം. നിങ്ങളെ വിട്ടുകളയാൻ അവർക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ആ നക്ഷത്രത്തിൻ്റെ വാലിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നുണ്ടോ, അതുപോലെയാണ് അവർ നിങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. ഏസ് ഓഫ് കപ്സ്, ഇമോഷൻസ്, മനസ്സിൽ നിന്നും അത് പുറത്തേക്ക് വന്നു തുടങ്ങി. അത് ഉള്ളിൽ വെക്കാൻ പറ്റാണ്ട് അത്രമാത്രം ഇമോഷൻസ് പുറത്തേക്ക് വന്നു തുടങ്ങി എന്നാണ് അവിടെ കാണുന്നത് കേട്ടോ. ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, വീണ്ടും നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നു എന്നും കാണുന്നു. ഓക്കെ, 2 ഓഫ് കപ്സ്, റീയൂണിയൻ. ഞാൻ പറഞ്ഞില്ലേ, ദൂരദിക്കിലുള്ളവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. നിങ്ങളുടെ അടുത്ത് റീയൂണിയന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഓടിയെത്താൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. എല്ലാവർക്കും റീയൂണിയൻ ഉണ്ടാകട്ടെ. അടുത്ത കാർഡ് ലവേഴ്സിൻ്റെ ഉമ്മറ തന്നെയല്ലേ ഞാൻ എടുത്തത് അല്ലേ. നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നു കേട്ടോ. അവരുടെ ഫീലിങ്സിൽ നിങ്ങളെ കാണുന്ന സമയത്ത് സ്വല്പം ഇൻറ്റിമേറ്റ് മൂമെൻറ്റ്സ്, നിങ്ങൾ മാത്രമായിട്ടുള്ള മൂമെൻറ്റ്സ് സ്പെൻഡ് ചെയ്യണമെന്നും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. 2 കാർഡ് വന്നു, കിങ് ഓഫ് വോൺസ് ആൻഡ് 7 ഓഫ് വോൺസ്. പക്ഷേ വളരെയധികം സൂക്ഷിച്ച് വേണം തമ്മിൽ കാണാൻ എന്നും അവർ ആ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ പബ്ലിക്കായിട്ട് പോയിട്ട് അങ്ങനെ ഒരു ഡിസ്പ്ലേ ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ. അതിന് സമയമാവട്ടെ എന്നാണ് അവർ കരുതുന്നത്. കാരണം നിങ്ങളുടെ ആ റെസ്പെക്റ്റ്, നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, നിങ്ങളുടെ റെസ്പെക്റ്റിനെ പറ്റിയിട്ട് അവർ വളരെ ബോധേഡാണ്. ഓക്കെ, നിങ്ങളെ മറ്റുള്ളവർക്ക് അറിയായിരിക്കും. അവരെയും ഇവർ കുറച്ച് അറിയപ്പെടുന്ന വ്യക്തികളായിരിക്കും രണ്ടുപേരും തന്നെ. നിങ്ങൾ ഇരിക്കുന്ന ഏരിയയിൽ ഒരുപക്ഷെ നിങ്ങളെ താമസിക്കുന്ന സ്ഥലത്തുണ്ടല്ലോ, നിങ്ങളെ മറ്റുള്ളവർക്ക് അറിയായിരിക്കും, കുറേ പേർക്കെങ്കിലും അറിയായിരിക്കും. അപ്പോൾ അവർ ചിന്തിക്കുന്ന എല്ലാവരും കാണുകയെ അങ്ങനെ ഒരു ഡിസ്പ്ലേയുടെ ആവശ്യമില്ല, സൂക്ഷിച്ചും കണ്ടും മാത്രം തമ്മിൽ കണ്ട് സംസാരിച്ച് പിരിയാമെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അവർക്ക് നിങ്ങളോട് ഭയങ്കര റെസ്പെക്റ്റാണ് കേട്ടോ. മറ്റുള്ളവരും നിങ്ങളെ അതേപോലെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ മര്യാദയെ ആരും ചോദ്യം ചെയ്യരുതെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ,
നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് വരും എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ലക്ക് നിങ്ങളുടെ ഭാഗത്തായിരിക്കും. നല്ല ടേൺ ഓഫ് ഇവൻസ്, ഭാവി ശോഭനമായിരിക്കുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരിക്കലും ഒരു ബാഡ് ലക്ക് സിറ്റുവേഷൻ വരില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നല്ല രീതിയിൽ മാറ്റങ്ങൾ വരും എന്ന് തന്നെ അവർ ഉറച്ചു വിശ്വസിക്കുന്നു കേട്ടോ. നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വേണ്ടിയിട്ട് എത്ര എഫേർട്ട് ഇടാനും അവർ തയ്യാറാണ് എന്നും കാണുന്നു കേട്ടോ. അവരുടെ സൈഡിൽ നിന്ന് അവരെന്തൊക്കെ ചെയ്യണോ അതെല്ലാം ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ തയ്യാറാണ് എന്ന് തന്നെ കാണുന്നു. 2 കാർഡ് കൂടെ എടുക്കാം. ചില സമയത്ത് വല്ലാത്ത സ്ട്രെസ്സ് അനുഭവിക്കാറുണ്ട് കേട്ടോ. തടസ്സങ്ങളുണ്ടല്ലോ, പല തടസ്സങ്ങളുണ്ട്, വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതായത് ഒരു ഫുൾ കമ്മിറ്റ്മെൻറ്റ്, ഒരു മാരേജിലേക്ക് എത്താൻ ഒരു ടൈം ഫ്രെയിം, ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. അത് ആലോചിക്കുമ്പോൾ ഇവർക്ക് കുറച്ച് സ്ട്രെസ് ആവാറുമുണ്ട് കേട്ടോ. ചിലർക്ക് ഒരു കേസ് നടക്കുന്നുണ്ട്, സെപ്പറേഷൻ കേസ് ആയിരിക്കാം, സ്പൗസുമായിട്ട് സെപ്പറേഷനുള്ള കേസ് നടക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ വിധി കിട്ടിയിട്ട് വേണമായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ. അതിൽ ഡിലേ വരുന്നതും ഇവർക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പെർഫെക്റ്റ് ബാലൻസിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അവിടെ ഏറ്റക്കുറച്ചിലുകളൊന്നും വേണ്ട. വളരെ ബാലൻസ്ഡ് ആയിട്ട്, സമാധാനപരമായിട്ട്, സ്നേഹമായിട്ട് നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അവരുടെ മനസ്സിൽ കേട്ടോ. ഇതായിരുന്നു ന്യൂ മൂൺ റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുള്ള ഫീലിങ്സ്. നമുക്കിനി അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്ത് വരും എന്നും കൂടെ നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്. ലവേഴ്സാണ് വീണത്, പക്ഷേ ഷഫ്ലിംഗ് മുഴുവനായിട്ടില്ല, കൊണ്ട് ഞാൻ എടുക്കുന്നില്ല. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്, എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് പറഞ്ഞിട്ട് അവരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷനിൽ അവർക്കായിട്ട് എന്താണ് കാണുന്നത്. Two of Wands, Empress, Six of Cups, King of Pentacles, Eight of Swords, King of Cups, Five of Wands, Wheel, Four of Pentacles, Nine of Cups, Eight of Cups, Queen of Wands, Magician. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ തന്നെ ധ്യാനിക്കുകയാണ് എന്നും കാണുന്നു. ഓക്കെ, അത് കണ്ടിന്യൂ ചെയ്യും ആ മാനിഫെസ്റ്റേഷൻസ്. പ്ലാനിങ്, ഭാവി എന്തായിരിക്കണം എന്നൊക്കെയുള്ള പ്ലാനിങ് എല്ലാം നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ലോങ് ഡിസ്റ്റൻസ് ആണ്, ഭാവി പ്ലാൻ ചെയ്യുന്നതായിട്ടും കാണുന്നു കേട്ടോ. ലോങ് ഡിസ്റ്റൻസിൽ ഇരുന്നുകൊണ്ട് ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം എന്നുള്ള ആലോചനയില്ലേ. പക്ഷേ അവിടെ തടസ്സമായിട്ട് വരുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. ഓക്കെ, തേർഡ് പാർട്ടി ഏത് സൈഡിലുണ്ട്, ഒന്നുകിൽ അവിടെ അല്ലെങ്കിൽ ഇവിടെ, രണ്ടിൽ ഒരാൾ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ടുപേരും തന്നെ മാരീഡ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ റെസ്ട്രിക്ഷൻസ് ഫീൽ ചെയ്യുന്നു. ഓക്കെ, ഒരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജി നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നുണ്ടാവും ഇവർ വിചാരിച്ച രീതിയിൽ ഒരു ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ അവർ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പാടില്ല, കാരണം സിറ്റുവേഷൻ വളരെ മോശമായി പോകും. അതുകൊണ്ട് തന്നെ ഒരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജി വരാനുള്ള കാര്യം അതാണ്. ക്ഷമയോടെ കാര്യങ്ങൾ ഡീൽ ചെയ്യണം എന്നാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. എന്ത് തന്നെയായാലും നിങ്ങൾ അവരുടെ ജീവിതത്തിൽ എംപ്രസ് ആണ്. സ്ത്രീ ആയാലും പുരുഷനായാലും എന്ന് വെച്ചാൽ വളരെ സ്പെഷ്യലായിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങളെപ്പോലൊരു വ്യക്തി അവർ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് പകരം വയ്ക്കാൻ അവരുടെ ലൈഫിൽ ആരുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, നിങ്ങളുടേതൊരു ലോങ് ടേം റിലേഷൻഷിപ്പാണ്. കുറേ കാലമായിട്ട് പരസ്പരം അറിയാവുന്ന ആൾക്കാരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ വളരെ തീവ്രമായൊരു ആത്മബന്ധം നിങ്ങളുടെ ഇടയിലുണ്ട്. നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണമെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് അവരുടെയും കൂടിയാണ്. അവർക്കും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അതും കൂടി കൺസിഡർ ചെയ്തേ മതിയാകൂ. അങ്ങനെ പല തടസ്സങ്ങളുണ്ട്. പക്ഷെ ഇവർ ചിന്തിക്കുന്നത് ക്ഷമയോടെ കൈകാര്യം ചെയ്താൽ ഈ തടസ്സങ്ങൾ മറികടന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ്സിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല.
നിങ്ങളെ പ്രതി അവർ പ്രൊട്ടക്റ്റീവാണ്, പൊസസീവാണ്, ഭയങ്കര പ്രൊട്ടക്റ്റീവാണ്. നിങ്ങൾ മറ്റാരോടെങ്കിലും ഇങ്ങനെ ഒരുപാട് പേരോടൊക്കെ സംസാരിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർ വിലക്കും, എല്ലാവരും വിശ്വസിക്കരുത് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ പൊസസീവ്നെസ് ആയിട്ട് അത് തോന്നും, പക്ഷെ പൊസസീവ്നെസ്സിനേക്കാൾ അത് പ്രൊട്ടക്റ്റീവ്നെസ് ആണ് കേട്ടോ. അവർ സേവിങ്സിലേക്കും ശ്രദ്ധിക്കുന്നുണ്ട്, കാരണം ഞാൻ പറഞ്ഞല്ലോ റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് ഒരുപാടുണ്ട്. അപ്പോൾ അവരുടെ സമ്പാദ്യത്തിലേക്കും കൂടി അവർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണെന്ന് അവർ മനസ്സിലാക്കുന്നു. അത് മാത്രമല്ല നിങ്ങളെ അവർ ടോട്ടലി ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, അവർക്ക് എന്ത് ചെയ്യണമെങ്കിലും എന്ത് തീരുമാനം എടുക്കണമെങ്കിലും നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നിങ്ങളെ വിട്ടുകളയാൻ അവർക്ക് സാധിക്കില്ല. അത് എന്തായാലും തീരുമാനം. ഒരിക്കലും നിങ്ങളെ കളയില്ല അവർ. അത് എന്ത് തന്നെയായാലും അത് തീരുമാനിച്ചുറപ്പിച്ച കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇവർ ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെ സൂക്ഷിച്ച് ആണ് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതും മറ്റുള്ളവരറിയാതെ വളരെ സൂക്ഷിച്ചാണ് നിങ്ങളെ വന്ന് കാണുന്നതും പോകുന്നതും എല്ലാം. പലരും ലോങ് ഡിസ്റ്റൻസുമാണ്. ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിരിക്കും. വന്ന് യാത്ര ചെയ്ത് വരുന്ന സമയത്തായിരിക്കും നിങ്ങൾ തമ്മിൽ കാണുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ കുറച്ച് കാർഡ്സ് കൂടി എടുത്തിട്ട് കൺക്ലൂഷൻ പറയാം, നെക്സ്റ്റ് ആക്ഷനിൽ എന്താണെന്ന് കേട്ടോ. പേജ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ കോണ്ടാക്റ്റ് തുടരണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. നിങ്ങൾ റെഗുലറായിട്ട് സംസാരിക്കാറുണ്ടായിരിക്കും, ചാറ്റ് ചെയ്യാറുണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരുപാട് വർക്ക് ചെയ്യേണ്ടതുണ്ട്, എഫേർട്സ് ഇടേണ്ടതുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നു. ഓരോരുത്തർക്ക് ഓരോ തടസ്സങ്ങളാണ്, പക്ഷെ അവർ അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ റെഡിയാണ് എന്ന് കാണുന്നു കേട്ടോ. പക്ഷേ സൂക്ഷിച്ചും കണ്ടും മാത്രം സ്റ്റെപ്സ് മുന്നോട്ട് വെക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്, കാരണം പലർക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ എന്നും അവർ ചിന്തിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ പല സമയത്തും ഓവർ തിങ്കിങ്ങിൽ കൂടി കടന്നു പോകുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. കാരണം സിറ്റുവേഷൻസ് എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ ഇതെങ്ങനെ, എന്ത് ചെയ്യണം, മുന്നോട്ട് പോയി എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെയുള്ള ഒരു ടെൻഷനും സ്ട്രെസ്സും എല്ലാം ഉണ്ടാവുമല്ലോ. അത് നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുന്നുണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. എംപറർ. ഇവരെ 4 പേർക്ക് അറിയാം, ഇവർ ഇച്ചിരി ഉയർന്ന പദവിയിലൊക്കെ ഇരിക്കുന്ന വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ഇവരുടെ ചുറ്റുവട്ടത്ത് ഇവരെ ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം. എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ട് നിന്ന് അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതായത് ഇവരുടെ സോഷ്യൽ ഇമേജിനെ പറ്റിയിട്ട് ഇവർക്ക് കോൺഷ്യസ്നെസ് ഉണ്ട്, മനസ്സിലായില്ലേ? നിങ്ങളുടെ ഇടയിൽ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെ പല ഡിഫറൻസസ് ഉള്ളതായിട്ടും കാണുന്നു കേട്ടോ. അതെല്ലാം ഒരു തടസ്സമായിട്ട് തന്നെയാണ് അവർ ഫീൽ ചെയ്യുന്നത്. ഇത് നോക്കിയും കണ്ടും വേണം ഡീൽ ചെയ്യാൻ എന്നാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ വീണ്ടും അത് എന്തായാലും അവർ വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല. കമ്മ്യൂണിക്കേഷൻ തുടർന്നുകൊണ്ടേ ഇരിക്കണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, ലവേഴ്സ്. ആ സ്നേഹം തുടർന്ന് കൊണ്ടുപോകണമെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങളില്ലാതെ ജീവിക്കാനൊന്നും അവർക്ക് പറ്റില്ല, അതവർ തീരുമാനിച്ചുറപ്പിച്ച കാര്യം തന്നെയാണ്. ഓക്കെ, പറ്റുന്ന സമയത്തെല്ലാം നിങ്ങളെ വന്ന് കാണണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഈ റിലേഷൻ ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. 4 ഓഫ് വാൻസ്. പറ്റുന്ന സമയത്ത് ഒരു എന്താ പറയുക, ഒരു വിവാഹം തന്നെയാണ് അവരുടെ മനസ്സിലൊരു ഫേം കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് അവർ മനസ്സിൽ ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും നോക്കിയതിൽ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് ഞാൻ പറയാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടേതൊരു ലോങ് ടേം റിലേഷൻഷിപ്പാണ്. പല റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് ഹാൻഡിൽ ചെയ്യാനുള്ളത് കൊണ്ട് വിവാഹം വൈകിപ്പോയെങ്കിൽ ഇപ്പോൾ അവർ വിവാഹത്തിന് തയ്യാറായി മുന്നോട്ട് വരും. ഒന്നാമത്. രണ്ടാമത്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർ നോക്കിയും കണ്ടും മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂ. കാരണം അവർക്ക് ആ കുടുംബത്തിനെ പറ്റി കൂടി ചിന്തിച്ചേ മതിയാവൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. എടുത്തു ചാടി തീരുമാനമെടുക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കുറച്ചൊരു വെയിറ്റിംഗ് പീരീഡ് നിങ്ങൾക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവിടെ കാണുന്നു. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ എല്ലാ കൂട്ടരും തന്നെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നും കാണുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ആക്ഷനിൽ മെസ്സേജ്, കോള് എല്ലാം അവർ ചെയ്യുമെന്ന് കാണുന്നു. കുറേയധികം സ്ട്രെസ്സ് നിങ്ങളുടെ പേഴ്സൺ എടുക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്നും കാണുന്നു. പിന്നെ നിങ്ങളുടെ പേഴ്സൺ ഇത്ര കാലം എന്താ പറയുക, നിങ്ങളായിരിക്കും കൂടുതൽ എഫേർട്സ് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവരുടെ ഭാഗത്തു നിന്നും കുറേയധികം എഫേർട്സ് അവർ ഇടാൻ ശ്രമിക്കുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. ദൂര ദിക്കിലുള്ളവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ട്, വന്ന് കണ്ടു പോവും. ഓക്കെ, ഉടനെ ഒരു തീരുമാനമാവുന്നതായിട്ട് കാണുന്നില്ല, വന്ന് കണ്ടു പോകുന്നതായിട്ടാണ്
കാണുന്നത് കേട്ടോ. പക്ഷെ നിങ്ങളുടെ അടുത്തുള്ള സ്നേഹം അവർ തുടരും, കമ്മ്യൂണിക്കേഷൻ തുടരും. അവർക്ക് പറ്റുന്ന സമയത്ത് പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് അവർ വരുന്ന സമയത്ത് നിങ്ങളൊത്തൊരു വിവാഹം, സ്റ്റെബിലിറ്റി തന്നെയാണ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുക. ഇതുവരെയും സ്നേഹം തുറന്ന് പറഞ്ഞിട്ടില്ലാത്ത വ്യക്തികൾ സ്നേഹം ഡിസ്ക്ലോസ് ചെയ്യും എന്നും കാണുന്നുണ്ട്. ഓൾറെഡി റിലേഷൻഷിപ്പിലായ പലർക്കും അവരുടെ ഭാഗത്ത് നിന്നൊരു പ്രപ്പോസൽ വരുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളുടെ ഭാവി എങ്ങനെ ആയിരിക്കണം എന്നതിനെ പറ്റിയിട്ടൊക്കെ അവർ പ്ലാൻ ചെയ്യും എന്നും കാണുന്നു. ഓക്കെ, ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും മതി ഇന്നത്തെ റീഡിങ്. ഇപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റും ചെയ്യുക പ്ലീസ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.